ഇന്ന് നമുക്ക് 2015 റിലീസായ കൊത്തനൊടി എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മലമ്പാമ്പിനെ കൊണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് ആദ്യ രാത്രിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിന് ഐശ്വര്യവും സൗഭാഗ്യവും സ്വർണവും വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഗ്രാമവാസികൾ പെൺകുട്ടികളെ മലമ്പാമ്പിനെ കൊണ്ട് വിവാഹവും കഴിപ്പിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ഒരു സ്ത്രീ പ്രസവിച്ചത് ഒരു വെജിറ്റബിളിനെ. ആ ഒരു വെജിറ്റബിൾ ആണെങ്കിൽ അവളെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വശത്ത് തന്റെ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം രാത്രിക്ക് രാത്രി തന്നെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഭർത്താവ്. ഇതെല്ലാം എന്തിനായിരിക്കും സംഭവിക്കുന്നത്? മലമ്പാമ്പിനെ കൊണ്ട് ആ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് എന്താണ് സംഭവിക്കുക? എന്തിനായിരിക്കും ആ ഒരു വെജിറ്റബിളിന്റെ രൂപത്തിൽ അവരതിനെ പ്രസവിച്ചത്? സ്വന്തം കുഞ്ഞുങ്ങളെയെല്ലാം എന്തിനായിരിക്കും ജീവനോടെ കുഴിച്ചു മൂടുന്നത്? ഇതെല്ലാം അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരാൾ അർദ്ധരാത്രി ഒരു കുഞ്ഞിനെയും കൊണ്ട് കാടിനുള്ളിലൂടെ നടന്നു പോവുകയാണ്. എന്നിട്ട് ആരോരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവിടെ വലിയൊരു കുഴിയെടുത്ത് ആ കുഞ്ഞിനെ അതിനുള്ളിൽ കുഴിച്ചു മൂടുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഒരു സ്ത്രീ നടന്നു വരികയാണ്. അവരുടെ പേരാണ് കേട്ട്കി. എന്നാൽ ഈ കേട്ട്കിയെ ഫോളോ ചെയ്ത് ഒരു കായും ഉരുണ്ടുരുണ്ടു പോകുന്നു. അത് കാണുന്ന ആളുകളെല്ലാവരും അവരെ കളിയാക്കിയൊക്കെ ചിരിക്കുന്നുണ്ട്. മാത്രമല്ല, എല്ലാ ആളുകളും കരുതുന്നത് അവരെന്തോ മന്ത്രവാദമൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു കാ അവരുടെ പിന്നാലെ ഉരുണ്ടു പോകുന്നത് എന്നാണ് കരുതുന്നതും. അതിനുശേഷം തെജിമോൾ എന്ന പെൺകുട്ടിയാണ് കാണിക്കുന്നത്. തെജിമോൾ ആണെങ്കിൽ കളിച്ച് ചിരിച്ച് നടക്കുന്ന പ്രായം. തെജിമോളുടെ അമ്മ മരിച്ചതിനു ശേഷം അച്ഛൻ രണ്ടാമതൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവരുടെ പേരാണ് സ്നേഹി. തെജിമോളുടെ അച്ഛനാണെങ്കിലോ മറ്റ് ഗ്രാമങ്ങളിലൊക്കെ പോയി വ്യാപാരം ചെയ്താണ് ജീവിക്കുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ വ്യാപാരത്തിനായി ഇറങ്ങുന്നത് തെജിമോൾ കാണുന്നു. അവൾ ഉടനെ തന്നെ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അച്ഛനടുത്തെത്തി ഒരുപാട് കെഞ്ചും. പക്ഷെ അച്ഛനാണെങ്കിൽ അവളെ കൊണ്ടുപോകുവാനായിട്ടും കൂട്ടാക്കുന്നില്ല. മോള് വരണ്ട, മോൾ ഇവിടെ ഇരുന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മാജിക് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. ഈ മാജിക് ഒന്നും എനിക്ക് കാണണ്ട, എനിക്ക് അച്ഛനോടൊപ്പം വരണമെന്ന് പറഞ്ഞ് തെജിമോള് വാശി പിടിക്കുന്നു. അപ്പോഴും അച്ഛൻ പറയുന്നത് അത് നടക്കത്തില്ല മോളെ എന്ന് പറഞ്ഞ് സ്നേഹിയോട് തെജിമോളെ നന്നായി നോക്കണമെന്നും പറഞ്ഞ് സ്നേഹിയെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നതും. അച്ഛൻ പോകുന്നത് നോക്കിക്കൊണ്ടുവന്ന തെജിമോളാണെങ്കിൽ സ്നേഹിയോട് പറയും, അങ്ങ് അക്കരെയുള്ള ഗ്രാമമൊക്കെ കാണുവാനായിട്ട് എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരു ദിവസം അച്ഛൻ എന്നെയും കൂടി കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് സ്നേഹിയോട് പറയുമ്പോൾ അത് കേട്ടതും സ്നേഹിയാണെങ്കിൽ തെജിമോൾക്കിട്ട് ഒരു അടിയങ്ങ് കൊടുക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയാണത്. അച്ഛൻ പോയി കഴിഞ്ഞാലൊക്കെയും ഈ സ്നേഹിയാണെങ്കിൽ തെജിമോളെ വെറുതെ ഉപദ്രവിക്കും. കാരണം രണ്ടാനമ്മയല്ലേ, സ്വന്തം മകളല്ലല്ലോ. അതുകൊണ്ട് സ്നേഹിക്ക് തോന്നുന്നത് പോലെയാണ് തെജിമോളോട് പെരുമാറാറ്. അത്രയ്ക്കും അവളെ ക്രൂരമായി ടോർച്ചർ ചെയ്യാറാണ് പതിവ്. എന്നാൽ മറ്റൊരു വശത്ത് ഒരു ടീമാണെങ്കിൽ കാടിനുള്ളിൽ എന്തൊക്കെയോ അന്വേഷിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കേട്ട്കി എന്ന ആ സ്ത്രീയെയാണ്. അവർ നടന്നു പോകുമ്പോൾ അവരെ ഒരു കായ് ഫോളോ ചെയ്തു വരുന്നല്ലോ. അവരോടി തന്റെ വീട്ടിലേക്ക് കയറും. വീടാണെങ്കിൽ കുറച്ച് ഉയരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കായ്ക്കും അവരെ ഫോളോ ചെയ്ത് അകത്തേക്ക് കയറുവാനായും കഴിഞ്ഞില്ല. മുറ്റത്ത് തന്നെ തട്ടിത്തെറിച്ച് കളിച്ചുകൊണ്ടേയിരിക്കും. അത് കാണുന്ന ആ സ്ത്രീയാണെങ്കിൽ വീണ്ടും താഴേക്ക് ഇറങ്ങി വന്ന് ആ കായ് എടുത്തുകൊണ്ടുവന്ന് അകത്ത് വെക്കും. എന്തിനാണ് ആ കായ് അവരെ ഫോളോ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. എന്താണതിന് പിന്നിലെന്നും അവർക്കറിയത്തില്ല. അതിനുശേഷം തെജിമോളെയാണ് കാണിക്കുന്നത്. തെജിമോളെയാണെങ്കിൽ ഓരോ കാര്യം പറഞ്ഞ് സ്നേഹി വല്ലാതെ ഉപദ്രവിക്കും. വീട്ടിലെ ജോലികളെല്ലാം അച്ഛൻ പോയി കഴിഞ്ഞാൽ തെജിമോളെ കൊണ്ടാണ് സ്നേഹി ചെയ്യിക്കാറ്. അത്രയ്ക്കും അവളെ ക്രൂരമായി ഉപദ്രവിക്കും. തെജിമോളെ കാണുവാനായിട്ട് അവളുടെ കൂട്ടുകാരി എത്തി. എന്നിട്ട് പറയുന്നത്, പുഴക്കരയിലൊരു മരമുണ്ട്, അതിലെ കായ് പറിക്കുവാനായിട്ട് ഞാൻ പോവുകയാ, നീ വരുന്നു എന്ന് ചോദിക്കും. അത് കേട്ടതും തെജിമോൾക്കും ഒരുപാട് ആഗ്രഹമായി. ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സ്നേഹിയോട് ചോദിക്കുവാനായിട്ട് അകത്തേക്ക് പോകും. എന്നാൽ സ്നേഹിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമാകുന്നതേയില്ല. അവളെ വീണ്ടും ഒരുപാട് ഉപദ്രവിക്കുന്നു. പാവം തെജിമോള് സ്നേഹിയുടെ ക്രൂരതകളെല്ലാം സഹിച്ച് ആ വീട്ടിൽ കഴിയുകയാണ്. തെജിമോളുടെ കൂട്ടുകാരിയോട് നിനക്ക് മടി വേണോ എന്ന് ചോദിക്കുന്നത് കേട്ട് ആ കുട്ടിയും അവിടെ നിന്ന് പേടിച്ചോടുന്നു. നേരത്തെ കാണിച്ചല്ലോ, കുറച്ച് ടീമാണെങ്കിൽ പോയിട്ട് കാടിനുള്ളിൽ എന്തൊക്കെയോ അന്വേഷിക്കുന്നെന്ന്. അതെന്താണെന്നാൽ അവരൊരു മലമ്പാമ്പിനെയാണ് അന്വേഷിച്ചത്. ആ മലമ്പാമ്പ് ഒരു ജന്മിക്ക് വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുപോകുന്നത്. അതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട്. എന്തെന്നാൽ ഈ ജന്മി 2 വിവാഹം കഴിച്ചു. അതിൽ ആദ്യത്തെ ഭാര്യയിലും ഒരു മകളുണ്ട്, രണ്ടാമത്തെ ഭാര്യയിലും ഒരു മകളുണ്ട്. ആദ്യത്തെ ഭാര്യയിലെ മകളെ മലമ്പാമ്പിനെ കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചതും. കല്യാണം കഴിപ്പിച്ചത് മാത്രമല്ല, മലമ്പാമ്പിനെ കൊണ്ട് ആദ്യ രാത്രി വരെ അയാൾ നടത്തി. എന്നാൽ ഇപ്പോൾ അതുപോലെ രണ്ടാമത്തെ ഭാര്യയിലെ മകൾക്കും മലമ്പാമ്പിനെ കൊണ്ട് കല്യാണം നടത്തുവാനും ആദ്യ രാത്രി നടത്തുവാനുമായിട്ടാണ് ദേ ഇപ്പോൾ ഈ മലമ്പാമ്പിനെ പിടിച്ചുകൊണ്ടു പോകുന്നത്. ഇതെല്ലാം കാണുന്ന നാട്ടുകാരാണെങ്കിൽ ഇയാൾ എത്ര ക്രൂരനാണ് എന്നൊക്കെ ചിന്തിക്കുന്നു. മറ്റൊരു വശത്ത് ഈ ജന്മിയുടെ വീട് കാണിക്കുകയാണ്. ജന്മിയുടെ രണ്ടാമത്തെ ഭാര്യയാണെങ്കിൽ ഒരു വാത്തക്കാരനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. വാത്തയും കൊണ്ട് അയാൾ വന്നിട്ട്
വന്നിട്ടുണ്ട്. എന്തിനെന്നാൽ മലമ്പാമ്പിന് തീറ്റ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ആദ്യത്തെ തട്ടും പൂക്കളുമായിട്ടൊക്കെ പോകുന്നതും ആദ്യത്തെ ഭാര്യയും മകളും ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭാര്യയും മകളുമാണെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്ന മലമ്പാമ്പിന് പൂജയൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഒരു പയ്യൻ വീട്ടിൽ വന്ന് കയറുമ്പോൾ എന്തൊക്കെ ചെയ്യണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുകയാണ്. അതെല്ലാം ആദ്യ ഭാര്യയും മകളും നോക്കി നിൽക്കുന്നു. ഒരു മനുഷ്യന് കൊടുക്കേണ്ട എല്ലാ മര്യാദയും ആ പാമ്പിനും കൊടുക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാവരോടും പറയുന്നുണ്ട്, ഇതിനെ ഒരിക്കലും പാമ്പെന്ന് പറയരുത്, ഞങ്ങൾക്ക് കിട്ടിയ നിധിയാണ്, അതുകൊണ്ട് അതേ മര്യാദയോട് കൂടി തന്നെ കാണണമെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് അടച്ചു വെച്ചിരിക്കുകയാണ് ആ മലമ്പാമ്പിനെ. മറ്റൊരു വശത്ത് തെജിമോളുടെ വീടാണ് കാണിക്കുന്നത്. സ്നേഹിയിൽ നിന്നും അടികൊണ്ട് അവശയായി കിടക്കുകയാണ് തെജിമോൾ. തെജിമോൾ ഉറങ്ങിക്കഴിഞ്ഞ സമയം തന്നെ സ്നേഹിയാണെങ്കിൽ കാടിനുള്ളിലൂടെ നടന്നു പോകും. എന്നിട്ട് പുഴക്കരയിലെത്തി അവിടുത്തെ ഒരു തോണിയിലേക്കും കയറും. തെജിമോളുടെ അമ്മയായ സ്നേഹി കയറിയതിന് ഉടനെ തന്നെ ഒരാളാണെങ്കിൽ അതേ വള്ളത്തിൽ വന്ന് കയറുകയാണ്. അയാളുമായിട്ട് ഈ സ്നേഹി അഫെയറിലാണ്. അതും തെജിമോളുടെ അച്ഛൻ അറിയത്തില്ല. നിന്റെ ഭർത്താവ് പോയോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പോയി, അയാളുടെ മകളാണ് ഇപ്പോൾ വീട്ടിലുള്ളത്, അവളെ ഞാൻ ടോർച്ചർ ചെയ്യാൻ പോവുക, അവളെ ഞാൻ ഒരുപാട് ദ്രോഹിക്കുമെന്നും സ്നേഹി പറയുന്നു. യഥാർത്ഥത്തിൽ ഈ സ്നേഹി തെജിമോളുടെ അച്ഛനെ വിവാഹം കഴിച്ചത് പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. എന്നാൽ പണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടു കൂടിയാണ് തെജിമോളെ വല്ലാതെ ഉപദ്രവിക്കുവാനായും തുടങ്ങിയത്. എന്നിട്ട് ദേ ഇപ്പോൾ ഉള്ള ആളുമായിട്ടും അഫെയർ വെച്ചിരിക്കുന്നതും. തെജിമോളുടെ അച്ഛനോടുള്ള ദേഷ്യമാണ് തെജിമോളോട് സ്നേഹി തീർക്കുന്നതും. അതിനുശേഷം കാണിക്കുന്നത് കേട്ടിക്കി എന്ന സ്ത്രീയാണ്. അവരുടെ ജോലി എന്തെന്നാൽ വസ്ത്രങ്ങളൊക്കെ നെയ്തു കൊടുക്കുക. ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് വസ്ത്രങ്ങളൊക്കെ അവർ നെയ്തു കൊടുക്കാറാണ് പതിവ്. അങ്ങനെ അവർ എല്ലാം റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ അവരുടെ അടുത്തേക്ക് ആ കായ് ഉരുണ്ടു വരുന്നു. ഉറങ്ങുവാനായി കേട്ടിക്ക് പോകുന്ന സമയത്തും കായ് അവരെ ചുതുങ്ങി കിടക്കുവാനായും വരും. ഉടനെ തന്നെ അതിനൊരു കൂടയ്ക്കുള്ളിലാക്കിയിട്ടാണ് കേട്ടിക്ക് കിടന്നുറങ്ങുന്നതും. മറ്റൊരു വശത്ത് ആ ഒരു ജന്മിയുടെ വീട് കാണിക്കും. അയാളുടെ 2 ഭാര്യമാരും അയാളുടെ അടുത്തുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഭാര്യയാണെങ്കിൽ വാത്തയും എടുത്ത് മലമ്പാമ്പുള്ള റൂമിലേക്ക് പോകുന്നു. എന്നിട്ട് ഒരു മരുമകനോട് എങ്ങനെ സംസാരിക്കുമോ അതുപോലെ സന്തോഷത്തോടു കൂടി ആ ഒരു മലമ്പാമ്പിനോട് അവർ സംസാരിക്കുന്നു. മരുമോനെ, ഇനി നീയാണ് ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യം. നാളെ എന്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരും. അത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഐശ്വര്യവും എല്ലാം കൊണ്ടുവരേണ്ടത് നീയാണ് എന്നുള്ള രീതിയിലെല്ലാം സന്തോഷത്തോടു കൂടി ആ ഒരു മലമ്പാമ്പിനോട് സംസാരിക്കുന്നു. എന്നിട്ട് അവരാണെങ്കിലോ ആ വാത്തയെ മലമ്പാമ്പിന് ഇട്ടുകൊടുക്കും. മലമ്പാമ്പ് ഒറ്റ വിഴുങ്ങലിൽ തന്നെ വാത്തയെ അകത്താക്കുന്നു. അതിനുശേഷം അവർ നേരെ ആ ജന്മിക്കടുത്തെത്തി. നാളെ നമ്മുടെ മകളുടെ വിവാഹമല്ലേ, പക്ഷേ വിവാഹത്തിന് നിങ്ങളുടെ ആദ്യ ഭാര്യയും മകളും കാണാനായും പാടില്ല. അവർക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് അവർ ഈ ചടങ്ങിനൊക്കെ പങ്കെടുത്താൽ അവർക്ക് ഭാഗ്യമില്ലാത്തത് നമ്മളെയും ബാധിക്കും. അതുകൊണ്ട് അവർ ഈ ചടങ്ങിന് പാടില്ല എന്നും രണ്ടാം ഭാര്യ പറയുന്നു. അത് കേട്ട് ജന്മി പറയുന്നത്, നാളെ നേരം വെളുക്കട്ടെ, ഞാൻ അവരുമായിട്ട് സംസാരിക്കാം എന്നാണ് ജന്മി പറയുന്നതും. അതിനുശേഷം കാണിക്കുന്നത് സിനിമയുടെ തുടക്കത്തില് ഒരാളൊരു കുഞ്ഞിനെയും കൊണ്ട് കാടിനുള്ളിലേക്ക് പോയി അതിനെ കുഴിച്ചിടുന്നത് കാണിക്കുന്നില്ലേ, അതുപോലെ തന്നെ അതേയാൾ ദേ വീണ്ടും ഒരു കുഞ്ഞിനെയും കൊണ്ട് കാടിനുള്ളിലൂടെ പോവുകയാണ്. എന്നിട്ട് തീപ്പന്തമാണെങ്കിൽ സൈഡിൽ കുത്തിവെച്ചിട്ട് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഒരു സ്ഥലത്ത് ആ കുഞ്ഞിനെ കുഴിച്ചു മൂടിയിട്ട് അയാൾ വീണ്ടും തിരികെ പോകുന്നു. തെജിമോൾ ഓരോ ദിവസവും തന്റെ അച്ഛൻ എപ്പോ വരുമെന്ന് സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നതും. അങ്ങനെ ഉറങ്ങുകയായിരുന്ന തെജിമോളിനെയാണെങ്കിൽ സ്നേഹിച്ചെന്ന് ചവിട്ടി ഉണർത്തുന്നു. ജോലിയുണ്ട് വരാനായിട്ട് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ടുപോയി മാവിടിക്കുകയാണ്. ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അതൊന്ന് ശരിയാകാതെ സ്നേഹി ഉടനെ തന്നെ തെജിമോളെ വീണ്ടും ഉപദ്രവിക്കും. എടി, നിന്റെ അച്ഛനെ ഞാൻ കല്യാണം കഴിച്ചത് എനിക്കൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാ, അത് നടക്കാതെ വന്നതുകൊണ്ടാ നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഒരുപാട് ഉപദ്രവിക്കും. നിനക്ക് വയറ് വിശക്കുന്നോ, എങ്കിൽ ദേ ഒരു ജീവി അതുവഴി പോകുന്നു, ആ ജീവിയെ നീ എടുത്ത് തിന്ന് എന്ന് പറയുന്നു. എന്നാൽ തെജിമോളാണെങ്കിൽ അത് തിന്നുവാനായിട്ടും കൂട്ടാക്കുന്നില്ല. ഉടനെ തന്നെ സ്നേഹി എന്ത് ചെയ്യും, ആ ജീവിയെടുത്ത് അവളുടെ വായിലിട്ടിട്ട് പൊത്തിപ്പിടിക്കുന്നു. സഹിക്കാനാകാത്ത തെജിമോള് ആ സ്ത്രീയെ തള്ളിക്കളഞ്ഞിട്ട് വെള്ളമെടുത്ത് കുടിക്കുവാനായി നോക്കും. ഉടനെ തന്നെ സ്നേഹിയാണെങ്കിൽ വെള്ളവും തട്ടിത്തെറിപ്പിക്കുന്നു. അത്രയ്ക്കും ടോർച്ചറാണ് സ്നേഹി തെജിമോളോട് കാണിക്കുന്നതും. മറ്റൊരു വശത്ത് തെജിമോളുടെ അച്ഛൻ നേരെ വന്നത് കേട്ടിക്കിയുടെ വീട്ടിലേക്കാണ്. തുണി നെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തെജിമോളുടെ അച്ഛൻ എത്തിയിരിക്കുന്നതും. തെജിമോളുടെ അച്ഛൻ മുൻപേ ഓർഡർ കൊടുത്തിരുന്നതാണ്, പക്ഷെ ഇതുവരെ നെയ്ത് തീർന്നില്ല. അതുകൊണ്ട് തന്നെ കേട്ടിക്ക് പറയുന്നത്, ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടുവന്ന് തരാമെന്നായിരുന്നു. മാത്രമല്ല അവർക്ക് കുടിക്കുവാനായിട്ട് വെള്ളവും കൊണ്ടു കൊടുക്കും. കേട്ടിക്ക് നടന്നു പോകുന്ന സമയത്തെല്ലാം ആ കായ് കേട്ടിക്ക് ഫോളോ ചെയ്യുന്നത് തെജിമോളുടെ അച്ഛനും കൂടെ വന്ന വയസ്സായ ആളും ശ്രദ്ധിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ കേട്ടിക്കയോട്, ഇതെന്താ നിങ്ങളുടെ പിന്നാലെ നടക്കുന്നത്, അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എനിക്ക് ചോദിക്കുന്ന സമയത്ത് ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാമെന്നാണ് കേട്ടിക്ക് പറഞ്ഞതും. അതിനുശേഷം തെജിമോൾ
തെജിമോളുടെ അച്ഛനും ആ ഒരു വയസ്സായ ആളും പോകുവാനായി ഇറങ്ങുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ തെജിമോളുടെ അച്ഛൻ വയസ്സായ ആളിനോട് കേട്ടിക്കയെ പറ്റി അന്വേഷിക്കും. അപ്പോൾ അയാൾ പറയുന്നത് അവരുടെ പിന്നാലെ ഈ കായ് നടക്കുന്നത് കണ്ട് എല്ലാ ആളുകളും അവരെ വല്ലാതെയാണ് നോക്കുന്നതും കളിയാക്കുന്നതുമൊക്കെ. അവരെന്തോ മന്ത്രവാദിയാണെന്നൊക്കെയാ ആളുകളൊക്കെ പറയുന്നത്. പിന്നെ ആരും ഒന്നും പറയത്തില്ല, കാരണം വല്ല ശാപവും വിട്ടാലോ എന്ന പേടിയാണ് എല്ലാവർക്കും. അങ്ങനെ കേട്ടിക്കയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആ വൃദ്ധൻ തെജിമോളുടെ അച്ഛനോട് പറയുന്നു. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന തെജിമോളുടെ അച്ഛനാണെങ്കിൽ അവരോട് വല്ലാതെ സഹതാപം തോന്നും. കാരണം നാട്ടുകാരെല്ലാം അവരെ വല്ലാതെയാണ് നോക്കുന്നതും അവരെ ആരും അടുപ്പിക്കാറ് പോലുമില്ല. അതുകൊണ്ട് ഒരു സഹതാപമൊക്കെ തെജിമോളുടെ അച്ഛന് തോന്നുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ആ ഒരു ജന്മിയില്ലേ, അയാളുടെ ഭാര്യയാണെങ്കിൽ ആദ്യ ഭാര്യയും മകളും വീട്ടിൽ കാണാൻ പാടില്ല മകളുടെ വിവാഹത്തിന് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതനുസരിച്ച് ജന്മിയാണെങ്കിൽ ആദ്യ ഭാര്യയോടും മകളോടും നിങ്ങൾ ഇന്ന് എന്റെ മകളുടെ വിവാഹത്തിന് ഇവിടെ കാണാനായും പാടില്ല എന്ന് പറയുന്നു. അത് കേട്ട് ആദ്യ ഭാര്യ ചോദിക്കുന്നത് അതെന്താ ഞങ്ങൾ കണ്ടാല്? അതിന് മറുപടിയായി ജന്മി പറയുന്നത് നിന്റെ മകൾക്കും ഞാൻ വിവാഹം നടത്തിയതല്ലേ, പക്ഷെ അവൾക്ക് ഭാഗ്യമൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് എന്റെ രണ്ടാം ഭാര്യയ്ക്ക് നീയും മകളും ചടങ്ങിന് ഇവിടെ കാണാൻ പാടില്ല എന്ന ആഗ്രഹമുണ്ടെന്നും പറയുന്നു. അത് കേട്ട് സങ്കടത്തോടെ ആദ്യ ഭാര്യയും മകളും അവിടെ നിന്ന് പോകാമെന്നും സമ്മതിക്കുന്നു. വളരെ വിഷമത്തോടു കൂടിയാണ് അവരതിന് സമ്മതിക്കുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് കേട്ടൊക്കെയാണെങ്കിൽ നെയ്ത തുണികളുമായിട്ട് വൃദ്ധനടുത്തേക്ക് എത്തും. അവൾക്ക് നെയ്തതിന് കൂലി കൊടുക്കുന്ന സമയത്ത് അത് അളവിൽ കൂടുതലും ഉണ്ടായിരുന്നു. എന്നാൽ കേട്ടയ്ക്ക് പറയുന്നത് ഞാൻ നെയ്തതിനുള്ള കൂലി എനിക്ക് തന്നാൽ മതി, അതിലധികം എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ആ വൃദ്ധൻ പറയുന്നത് ഒരു കാര്യം ചെയ്, നീ എന്റെ കൂടെ വന്ന അയാളോട് ചെന്ന് പറ, അയാളാ നിനക്ക് കാശ് തരാനായി പറഞ്ഞതെന്നും കേട്ടയ്ക്കയോട് ആ വൃദ്ധൻ പറയുന്നു. കേട്ടയ്ക്കാണെങ്കിൽ തെജിമോളുടെ അച്ഛനെയും അന്വേഷിച്ച് യാത്രയാകും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു തെജിമോളുടെ വീട്ടിലേക്ക് ആ ഒരു ജന്മിയുടെ മകളുടെ വിവാഹം ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ എത്തിയതും. എന്നിട്ട് അവർ പറയുന്നുണ്ട് തെജിമോളുടെ അടുത്ത കൂട്ടുകാരിയാ, തെജിമോൾ ഉണ്ടെങ്കിൽ മാത്രമേ അവൾ വിവാഹം കഴിക്കൂ എന്നൊക്കെയാ പറയുന്നത്. തെജിമോളെ കല്യാണത്തിന് പറഞ്ഞു വിടണമെന്നും ആ സ്ത്രീ പറയുമ്പോൾ അത് കേട്ട് സ്നേഹി പറയുന്നത് നിനക്ക് കല്യാണത്തിന് പോകണമോ എന്ന് ചോദിച്ച് തെജിമോളെ അകത്തേക്ക് വിളിക്കും. അകത്തേക്ക് കയറിപ്പോയ തെജിമോളാണെങ്കിൽ എനിക്ക് കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം പിന്നീട് തെജിമോൾക്ക് അടിയാണ് കിട്ടിയതും. ആ ഒരു ശബ്ദങ്ങളെല്ലാം കേട്ട് വിവാഹം ക്ഷണിക്കുവാൻ വന്ന സ്ത്രീയാണെങ്കിൽ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ യാത്രയായി. അങ്ങനെ കേട്ടുകയാണെങ്കിൽ തെജിമോളുടെ അച്ഛനെ കാണുവാനായിട്ട് എത്തുകയാണ്. തന്റെ കൈവശമുണ്ടായിരുന്ന കാശ് തെജിമോളുടെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ ചെയ്ത ജോലിക്കുള്ള കൂലി മാത്രം എനിക്ക് തന്നാൽ മതിയെന്ന് പറയുന്നു. അത് കേട്ട് തെജിമോളുടെ അച്ഛൻ പറയുന്നത് നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരമെല്ലാം എനിക്ക് കണ്ടെത്തി തരാനായിട്ട് പറ്റുമെന്നും തെജിമോളുടെ അച്ഛൻ പറയുന്നു. എന്നാൽ എന്താണ് പ്രശ്നമെന്നുള്ളത് തുറന്നു പറയുവാനായിട്ടും കേട്ടിക്ക് തയ്യാറാകുന്നില്ല. അതേസമയം തന്നെ തെജിമോളുടെ അച്ഛൻ പറയുന്നുണ്ട് ആ കായ് എന്തിനാണ് നിന്റെ പിന്നാലെ വരുന്നത്, അതിനൊരു കാരണവുമുണ്ട്, അതെനിക്ക് കണ്ടെത്തി തരാനായിട്ട് കഴിയുമെന്നും തെജിമോളുടെ അച്ഛൻ പറയുമ്പോൾ അത് കേട്ട് കേട്ടിക്കുകയാണെങ്കിൽ തെജിമോളുടെ അച്ഛനെ കൊണ്ട് എന്തെങ്കിലും സഹായം ഉണ്ടായാലോ എന്ന് ചിന്തിച്ച് തനിക്ക് എന്താണ് പ്രശ്നമെന്നുള്ളത് തെജിമോളുടെ അച്ഛനോട് തുറന്നു പറയുവാനായും തീരുമാനിക്കുന്നു. ഈ കേട്ടിക്കയും അവരുടെ ഭർത്താവും വിവാഹം കഴിഞ്ഞ് കുറെ നാൾ അവർക്ക് കുട്ടികളൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ കേട്ടിക്ക് പ്രഗ്നന്റ് ആയി. അവർ പ്രസവിച്ചത് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഒരു കുഞ്ഞിനെ ആയിരുന്നില്ല, ഒരു പച്ചക്കറിയായിരുന്നു. കേട്ടിക്ക് ഒരു പച്ചക്കറിയെ പ്രസവിച്ചത് കണ്ട് കേട്ടിക്കിയുടെ ഭർത്താവ് പറയുന്നത് അവൾ ശാപം കിട്ടിയതാണെന്നും ഇനി ഒരിക്കലും അയാളോടൊപ്പം ജീവിക്കരുതെന്ന് പറഞ്ഞ് കേട്ടിക്ക് അവിടെ നിന്നും ഇറക്കി വിട്ടു. അങ്ങനെ കേട്ടിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനാകാതെ അവരുടെ സാധനങ്ങളും പറക്കി നടന്നു പോകുന്ന സമയത്ത് എന്തോ അവരെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പച്ചക്കറിയായിരുന്നു. പേടിച്ച് കേട്ടിക്ക് അവിടെ നിന്ന് ഓടും. എന്നാലും അത് അവരുടെ പിന്നാലെ വന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് കേട്ടിക്ക് പറയുന്നത് ഈ ഒരു കായ് എന്നെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇതുവരെയും യാതൊരുവിധ കുഴപ്പവും ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ എന്നെ കൂടെ തന്നെ വെച്ചിരിക്കുന്നതെന്നും കേട്ടിക്ക് പറയുന്നു. അത് കേട്ട് തെജിമോളുടെ അച്ഛൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് നിന്റെ കുഞ്ഞിന് രൂപം കിട്ടാത്തത് കൊണ്ട് ഈ ഒരു പച്ചക്കറിക്കുള്ളിൽ തന്നെ അത് ജീവിക്കുകയാണ്. നീ കാണാത്ത സമയത്ത് അത് പുറത്തേക്ക് വന്ന് നിന്നെ കാണുന്നുണ്ടായിരിക്കാം, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്നും തെജിമോളുടെ അച്ഛൻ പറയുന്നു. എന്നിട്ട് തെജിമോളുടെ അച്ഛൻ പറയുന്നത് നമുക്കിന്നത് കണ്ടുപിടിക്കാം, നീ ഉറങ്ങുവാനായി കിടക്കുന്ന സമയത്ത് എന്തായാലും അത് പുറത്തേക്ക് വരും, അപ്പോൾ അത് സത്യം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പച്ചക്കറിയെ ഒരു കൂടയ്ക്കുള്ളിൽ അടച്ചിട്ട് തെജിമോളുടെ അച്ഛനാണെങ്കിൽ അവിടെ കാവലിരിക്കും. അന്നേ ദിവസം തെജിമോളുടെ അച്ഛൻ കേട്ടിക്കിയുടെ വീട്ടിലാണ് കഴിയുന്നതും കൂടയ്ക്ക് ചുറ്റും എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് കാത്തിരിക്കുകയാണ് തെജിമോളുടെ അച്ഛൻ. കേട്ടിക്ക് ഉറങ്ങിക്കഴിഞ്ഞതും അത് പുറത്തു വരുമെന്ന് തെജിമോളുടെ അച്ഛൻ കരുതി. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചതേയില്ല, അത് വെറും ഒരു പച്ചക്കറി തന്നെയായിരുന്നു. മറ്റൊരു വശത്ത് സ്നേഹിയെ കാണിക്കുകയാണ്. ഈ സ്നേഹി
തെജിയാണെങ്കിൽ തന്റെ കാമുകനൊപ്പം ഇരിക്കുന്നു. അപ്പോൾ കാമുകൻ ചോദിക്കുന്നത്, നീ ആ തെജിമോളെ ഒരുപാട് ഉപദ്രവിക്കുന്നില്ലേ? അപ്പോൾ നിന്റെ ഭർത്താവ് വരുന്ന സമയത്ത് തെജിമോൾ ആ കാര്യങ്ങളെല്ലാം ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കത്തില്ലേ? അതുകൊണ്ട് എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നീ അവളെ ആ ഒരു ജന്മിയുടെ വീട്ടിലെ കല്യാണത്തിന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞിട്ട് സ്നേഹിയുടെ ചെവിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മറ്റൊരു വശത്ത് ആ ഒരാളാണെങ്കിൽ എന്നും ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത് കാണിക്കുമല്ലോ, ജീവനോടെ കുഴിച്ചിടുന്നത്. അങ്ങനെ അയാളാണെങ്കിൽ മൂന്നാമതൊരു കുഞ്ഞിനെയും കൊണ്ടുപോയി ജീവനോടെ കാട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അയാളുടെ ഭാര്യയാണ് കാണിക്കുന്നത്. ഭാര്യ പറയുന്നത്, ഇതുവരെയും എന്റെ 3 കുഞ്ഞുങ്ങളെയും അയാൾ ജീവനോടെ കുഴിച്ചു മൂടി. ഇനി എന്റെ 4ാമത്തെ കുഞ്ഞിനെ അയാൾക്ക് കൊല്ലുവാനായിട്ട് ഞാൻ കൊടുക്കത്തില്ല എന്നും അവർ പറയുന്നു. അത് കേട്ട് ജോലിക്കാര് ചോദിക്കുന്നത്, ഇത്രയും നാൾ ഞങ്ങൾ കരുതിയിരുന്നത് കുഞ്ഞുങ്ങളെല്ലാം അസുഖം വന്ന് മരിച്ചു പോകുന്നെന്നാ, പക്ഷെ അങ്ങനെ ആയിരുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഭാര്യ പറയുന്നത്, അങ്ങനെയല്ല, അയാളുടെ മാമൻ പറയുന്നത് കേട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും. ഇനി 4ാമത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും അയാളുടെ മാമൻ എന്തെങ്കിലും പറഞ്ഞ് കുഞ്ഞിനെ കുഴിച്ചു മൂടുവാനായിട്ട് അയാൾ പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അയാളുടെ മാമനെ കൊല്ലുമെന്നും ഭാര്യ പറയുന്നു. തെജിമോളുടെ അച്ഛൻ അന്നേ ദിവസം കേട്ടിക്കിയുടെ വീട്ടിലാണല്ലോ താമസിച്ചിരുന്നത്. തലേ ദിവസം കുഞ്ഞു പുറത്തു വന്നില്ല, അവർക്കൊന്നും കണ്ടുപിടിക്കുവാനായും പറ്റിയില്ലല്ലോ. അപ്പോൾ തെജിമോളുടെ അച്ഛൻ കേട്ടിക്കിയോട് പറയുന്നത്, നമ്മൾ സംസാരിക്കുന്നതെല്ലാം അതിന് മനസ്സിലായിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത് പുറത്തു വരാത്തതും. മിക്കവാറും അതിനെല്ലാം മനസ്സിലായിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്, അതിനെ ഒന്ന് വിളിച്ചു നോക്ക്. വിളിക്കുന്ന സമയത്ത് നിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ പറയുന്നതെല്ലാം അതിന് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാമെന്നും തെജിമോളുടെ അച്ഛൻ പറയുന്നു. അതനുസരിച്ച് കേട്ടിക്കുകയാണെങ്കിൽ ആ വെജിറ്റബിളിനെ തന്റെ അടുത്തേക്ക് വിളിക്കും. ഉടനെ തന്നെ അതുരുണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. അതിൽ നിന്നും ഇവർ പറയുന്നതെല്ലാം അതിന് മനസ്സിലാകുന്നുണ്ട് എന്ന കാര്യം അവർ ഉറപ്പിച്ചു. ഉടനെ തന്നെ തെജിമോളുടെ അച്ഛൻ പറയും, എങ്കിലൊരു കാര്യം ചെയ്യാം, ഇതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ എന്നും കേട്ടിക്കയോട് പറയുന്നു. അതനുസരിച്ച് കേട്ടിക്കുകയാണെങ്കിൽ കട്ട് ചെയ്യാമെന്ന് കരുതി താഴേക്ക് വരുന്ന സമയത്ത് ആ ഒരു പച്ചക്കറി അവിടെ കാണുന്നില്ല. അതവിടെ നിന്ന് എങ്ങോട്ടോ ഉരുണ്ടുപോയിരുന്നു. അത് കാണുന്ന കേട്ടിക്ക് പറയുന്നത്, ഇത്രയും നാളും അതെന്നെ വിട്ട് ഒരു നിമിഷം പോലും മാറിയിരുന്നിട്ടേയില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കേട്ട അത് എന്റെ അടുത്ത് നിന്ന് പോയത്. സ്ട്രേഞ്ചറിനെ വിശ്വസിച്ച് ഞാനിങ്ങനെ ചെയ്യാനായി പുറപ്പെട്ടത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് കേട്ടിക്ക് ഉറക്കി കരയും. ആ ഒരു വെജിറ്റബിൾ അവരുടെ അടുത്ത് നിന്ന് ഒന്ന് മാറിയപ്പോൾ തന്നെ അവർക്ക് വല്ലാതെ സങ്കടമുണ്ടാകുവാനായും തുടങ്ങി. അത് മനസ്സിലാക്കിയ തെജിമോളുടെ അച്ഛൻ പറയുന്നത്, എന്റെ മകളെ ഇത്രയും ദിവസം കാണാതിരുന്നിട്ട് പോലും എനിക്കവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിന്റെ അവസ്ഥയോ? ഞാൻ ഉറപ്പായിട്ടും അതിനെ കണ്ടുപിടിച്ച് തരാമെന്നും കേട്ടിക്കിയോട് പറയുന്നു. എന്നിട്ട് തെജിമോളുടെ അച്ഛനാണെങ്കിൽ ആ വെജിറ്റബിളിനെ കണ്ടുപിടിക്കുവാനായും പോവുകയാണ്. എന്നാൽ തെജിമോളുടെ അടുത്തെത്തിയ സ്നേഹി ചോദിക്കുന്നുണ്ട്, നിനക്ക് നിന്റെ കൂട്ടുകാരുടെ വിവാഹത്തിന് പോകണമെന്ന് ആഗ്രഹമാണോ? എങ്കിൽ പൊയ്ക്കോ. ദേ, എന്റെ അമ്മ എനിക്ക് തന്ന ഒരു സാരിയുണ്ട്, ആ സാരി നീ കൊണ്ടുപോയി വിവാഹത്തിന് കൊടുത്തു എന്ന് പറഞ്ഞ് സാരിയും ഏൽപ്പിക്കുന്നു. എന്നിട്ട് ആ സാരിയെല്ലാം ഒരു കൂടയ്ക്കുള്ളിലാക്കിയാണ് സ്നേഹയ്ക്ക് കൊടുക്കുന്നതും. സാരിയോടൊപ്പം തന്നെ ഒരു എലിയെയും ആ കൂടയ്ക്കുള്ളിലാക്കി കൊടുക്കുന്നു. എന്നാൽ തെജിമോളാണെങ്കിൽ അതൊന്നും അറിയാതെ ആ കൂടയുമായി സന്തോഷത്തിൽ തന്റെ അമ്മ തനിക്ക് നല്ലൊരു വസ്ത്രം തന്നല്ലോ എന്ന് ആലോചിച്ച് കൂട്ടുകാരിയുടെ വീട്ടിലേക്കും പോകുന്നു. അവിടെ കൂട്ടുകാരിയാണെങ്കിൽ വിവാഹത്തിനായിട്ട് ഒരുങ്ങുവാനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. തെജിമോളെ കണ്ടതും കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, നീ വിവാഹത്തിന് വരില്ല, നിന്റെ അമ്മ വിടില്ലെന്നാ കരുതിയത് എന്ന് പറയുമ്പോൾ, അമ്മ എനിക്ക് പുതിയ സാരിയൊക്കെ തന്നു കല്യാണത്തിന് കൊടുക്കാനായിട്ട്, അമ്മയാണ് എന്നെ പറഞ്ഞു വിട്ടതെന്നും തെജിമോള് പറയുന്നു. എന്നിട്ട് തെജിമോളാണെങ്കിൽ കൂട്ടുകാരിയോട് ചോദിക്കുന്നുണ്ട്, അല്ല, നിന്നെ എന്തിനാ പാമ്പിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്? അത് കേട്ട കൂട്ടുകാരിയാണെങ്കിൽ ഒരു കഥ പറയുവാനായും ആരംഭിക്കുന്നു. മുൻപ് അവരുടെ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയെ പാമ്പിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ ചെന്ന് നോക്കിയ സമയത്ത് ആ പെൺകുട്ടിയുടെ ദേഹം മുഴുവൻ സ്വർണമായിരുന്നു. ആ പാമ്പ് പെൺകുട്ടിക്ക് സ്വർണവും കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോയതും. അവൾ ഭാഗ്യമുള്ള പെണ്ണാണെന്ന നാട്ടുകാരെല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് പിന്നീട് പെൺകുട്ടികളെല്ലാം പാമ്പിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതും. ജന്മിയുടെ ആദ്യത്തെ മകളെ പാമ്പിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. എന്നാൽ അടുത്ത ദിവസം പാമ്പാണെങ്കിൽ അങ്ങിറങ്ങിപ്പോയി. പെൺകുട്ടിക്ക് സ്വർണവും കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാവരും പറയുന്നത് അവൾ ഭാഗ്യമില്ലാത്ത പെണ്ണാണെന്നാ. എന്നാൽ ഇപ്പോൾ 2ാമത്തെ ഭാര്യയുടെ മകളെ കൊണ്ട് പാമ്പിനെ വിവാഹം കഴിപ്പിക്കുവാനായി പോകുന്നു. ഇനി അവൾക്ക് ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അതാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്നതും. പാമ്പിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിന് പിന്നിലും സ്വർണത്തിന് വേണ്ടിയിട്ടുള്ള വീട്ടുകാരുടെ അത്യാഗ്രഹം തന്നെയാണ്. എന്നിട്ട് കൂട്ടുകാരി നിന്റെ അമ്മ തന്ന സാരി ഉടുക്കാനായിട്ട് തെജിമോളോട് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. കൂടെ തുറന്നു നോക്കുമ്പോൾ തെജിമോൾ കാണുന്ന കാഴ്ച ആ സാരിയെല്ലാം എലി കടിച്ചു കീറിയിരിക്കുന്നതാണ്. അവൾക്ക് ഒരുപാട് സങ്കടം വരും. മറ്റൊരു വശത്ത് ആ നാട്ടിലേക്ക് ഒരു മീൻ വ്യാപാരി വരും. ഈ മീൻ വ്യാപാരി ആരെന്നാൽ സിനിമയുടെ തുടക്കത്തിൽ ഒരാളാണെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത് കാണിച്ചില്ലേ, അയാൾ തന്നെയാണ് ഈ മീൻ വ്യാപാരിയും. മീൻ വ്യാപാരിയെ ജന്മി പുകഴ്ത്തിയൊക്കെ സംസാരിക്കും. എന്നാലും അത് കേട്ടിട്ടും ഈ ഒരു വ്യാപാരിക്ക് വലിയ സന്തോഷമൊന്നുമില്ല.
ആ മീൻ വ്യാപാരിക്ക് ഇപ്പോൾ നാലാമതായി ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിനെ എനിക്ക് തരണമെന്ന് വ്യാപാരി ഭാര്യയോട് പറയുന്ന സമയത്ത് ഭാര്യ പറയുന്നത്, ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ തരില്ല, എനിക്കിതിനെ വളർത്തണമെന്ന് പറയും. അത് കേട്ട് വ്യാപാരി പറയുന്നത്, എന്തായാലും മാമൻ പറയുന്നത് അനുസരിക്കണം. മാമൻ പറഞ്ഞതെല്ലാം ഇതുവരെയും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നല്ല മീൻ വ്യാപാരിയാകുമെന്ന് പറഞ്ഞു, ദേ ഇപ്പോൾ പേര് കേട്ട വ്യാപാരിയായി. അതുപോലെ മാമൻ പറയുന്ന കാര്യങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് മാമനടുത്തേക്ക് പോകാം, മാമൻ എന്താണ് പറയുന്നതെന്ന് നോക്കാമെന്നും വ്യാപാരി പറയുന്നു. എങ്ങനെയെങ്കിലും ഭാര്യയെ കൺവിൻസ് ചെയ്ത് അവിടേക്കും കൊണ്ടുപോവുകയാണ്. മറ്റൊരു വശത്ത് കുറച്ച് സ്ത്രീകളാണെങ്കിൽ കാട്ടിലേക്ക് പഴങ്ങളൊക്കെ ശേഖരിക്കുവാനായും പോകുന്നു. അവർക്ക് ഒരു സ്ഥലത്തു നിന്നും കുറച്ച് പച്ചക്കറികൾ കിട്ടുകയാണ്. ആ പച്ചക്കറികളിലൊന്ന് ഈ കേട്ടുകിയുടെ പിന്നാലെ നടക്കുന്ന പച്ചക്കറിയുണ്ടല്ലോ, അത് തന്നെയായിരുന്നു. അവരതും കൊണ്ടുവന്ന് പുഴക്കരയിലിരുന്ന് ആഹാരം പാചകം ചെയ്ത് കഴിക്കുവാനായും ശ്രമിക്കും. ഓരോ പച്ചക്കറികളായിട്ട് എടുത്തു വെച്ച് കട്ട് ചെയ്യും. അവസാനം എത്തുന്നത് കേട്ടുകിയുടെ പിന്നാലെ നടക്കുന്ന ആ ഒരു പച്ചക്കറിയിലേക്കായിരുന്നു. എന്നാൽ അത് അവിടെ നിന്ന് രക്ഷപ്പെടുവാനായി ശ്രമിക്കും. അതേ സമയമായിരുന്നു തെജിമോളുടെ അച്ഛനും അവിടേക്ക് വരുന്നത്. ഈ കാഴ്ച തെജിമോളുടെ അച്ഛൻ കാണും. ഉടനെ തന്നെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട്, ദേ ഈ ഒരു പച്ചക്കറി മാത്രം എനിക്ക് തരുമോ എന്ന് ചോദിച്ച് എങ്ങനെയെങ്കിലും അവിടെ നിന്നും അത് വാങ്ങിക്കൊണ്ടു പോകുന്നു. അതേ സമയമായിരുന്നു തെജിമോളാണെങ്കിൽ സാരി കീറിയ സങ്കടത്തിൽ നേരെ വീട്ടിലേക്ക് വന്ന് സ്നേഹിയോട് ആ കാര്യം പറഞ്ഞതും. എന്നാൽ സ്നേഹി പറയുന്നത്, എന്റെ അമ്മയുടെ സാരിയാണെന്ന് അറിഞ്ഞുകൊണ്ടും നീ മനഃപൂർവ്വമല്ലേ ഇങ്ങനെ ചെയ്തത്. അതിന് മറുപടിയായി തെജിമോൾ പറയുന്നത്, ആ കൂടെ ഞാൻ തുറന്ന സമയത്തെ അതിനുള്ളിൽ ഒരു എലി ഉണ്ടായിരുന്നു, ആ എലിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കുവാനായിട്ട് സ്നേഹി കൂട്ടാക്കുന്നില്ല. ഈ സ്നേഹി മനഃപൂർവ്വമാണല്ലോ അങ്ങനെ ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവർ മനഃപൂർവ്വം തന്നെ അത് തെജിമോളുടെ മണ്ടയിൽ ഇട്ട് കൊടുക്കുകയാണ്. തെജിമോളുടെ അച്ഛനാണെങ്കിൽ ആ ഒരു വെജിറ്റബിളിനെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അത് നേരെ കേട്ടിക്കീയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കും. അവളുടെ അടുത്ത് വന്ന് ഉരുട്ടി വിടുന്ന സമയത്ത് നേരെ ആ ഒരു വെജിറ്റബിൾ കേട്ടിക്കീയുടെ അടുത്തേക്ക് തന്നെ ഓടിപ്പോകുന്നു. അത് കാണുമ്പോൾ കേട്ടിക്കിക്ക് ഒരുപാട് സന്തോഷമാകും. മറ്റൊരു വശത്ത് കുഞ്ഞിനെയും കൊണ്ട് ആ ഒരു മീൻ കച്ചവടക്കാരനാണെങ്കിൽ അയാളുടെ മാമന്റെ വീട്ടിലേക്കാണ് ഭാര്യയും കൊണ്ട് വന്നിരിക്കുന്നതും. എന്നിട്ട് മാമന്റെ വീടിന് മുന്നിലായിട്ട് കുഞ്ഞിനെ എടുത്ത് കിടത്തുന്നു. മാമൻ അകത്തു നിന്നും പുറത്തേക്ക് വരുന്ന സമയം തന്നെ തന്റെ കൈവശം ആ ഒരു മീൻകാരന്റെ ഭാര്യയാണെങ്കിൽ ഒരു കത്തി കരുതിയിരുന്നു. ആ കത്തി പുറത്തേക്ക് എടുക്കുവാനായി നോക്കുന്ന സമയം തന്നെ മാമൻ പറയുന്നുണ്ട്, മറ്റുള്ള 3 കുഞ്ഞുങ്ങളെയും കുഴിച്ചിട്ടതുപോലെ ഈ കുഞ്ഞിനെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇതിന് നിങ്ങൾ വളർത്ത്, ഈ കുഞ്ഞായിരിക്കും നിങ്ങളുടെ ഉയർച്ചയ്ക്കൊക്കെ കാരണമാകുന്നത്. പിന്നെ ആ 3 കുഞ്ഞുങ്ങളെയും കുഴിച്ചിട്ടില്ലേ, പിന്നെ ഞാൻ എന്തിനാണ് 3 കുഞ്ഞുങ്ങളെയും കുഴിച്ചിടാനായിട്ട് നിങ്ങളോട് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഇന്ന് രാത്രി അവരെ കുഴിച്ചിട്ട സ്ഥലത്ത് നിങ്ങൾ പോയിരുന്നു നോക്ക്, അപ്പോൾ എല്ലാ കാര്യവും മനസ്സിലാകുമെന്നും മാമൻ പറയുന്നു. അതനുസരിച്ച് അന്ന് രാത്രി തന്നെ ആ ഒരു മീൻ കച്ചവടക്കാരനും ഭാര്യയും കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട സ്ഥലത്തേക്ക് പോകും. അതേസമയം തന്നെയായിരുന്നു ജന്മിയുടെ വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നതും. പെൺകുട്ടിക്കാണെങ്കിൽ വല്ലാതെ പേടിയാകുന്നുണ്ട്. അവൾ ആ കാര്യം അമ്മയോട് പറയും. അമ്മ പറയുന്നത്, നീ ഒന്നും പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും നിന്റെ കൂടെയില്ലേ എന്നായിരുന്നു. എന്നിട്ട് കല്യാണ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു. മറ്റൊരു വശത്ത് ഈ സ്നേഹിയാണെങ്കിൽ തെജിമോളെ വല്ലാതെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ എന്റെ അമ്മയുടെ സാരിയാണല്ലോ നശിപ്പിച്ചു കളഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴും തെജിമോൾ പറയുന്നുണ്ട്, ഞാനല്ല ഒന്നും ചെയ്തത്, അത് എലിയാണ് കടിച്ചു കീറിയത്, ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും സ്നേഹി കേൾക്കുവാനായും കൂട്ടാക്കുന്നില്ല. ഉറങ്ങുവാനായി കിടന്ന തെജിമോളെയാണെങ്കിൽ അരി ഇടിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അതും അർദ്ധരാത്രി. മനഃപൂർവ്വമാണ് സ്നേഹി അതൊക്കെ ചെയ്യിക്കുന്നതും. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഈ രാത്രി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്നത്, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതിയെന്ന. എന്നിട്ട് അരി ഇടിക്കുന്ന സമയത്ത് തന്നെ സ്നേഹിയുടെ ഉദ്ദേശം എന്തെന്നാൽ അരിയെല്ലാം കുഴിയിലേക്ക് നീക്കിയിടുന്ന സമയത്ത് തെജിമോളുടെ കൈ എങ്ങനെയെങ്കിലും ചതയ്ക്കുക, അതാണ് സ്നേഹിയുടെ ഉദ്ദേശവും. വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ഒരു കൈ അങ്ങ് ചതച്ചു കളഞ്ഞു. വേദന കാരണം കരയുന്ന തെജിമോളോട്, നിന്റെ 2ാമത്തെ കൈയില്ലേ, അത് വെച്ച് ചെയ്യുവാനായും പറയുന്നു. അങ്ങനെ അവൾ 2ാമത്തെ കൈ വെച്ച് വീണ്ടും അരിയെല്ലാം കുഴിയിലേക്ക് നീക്കിയിരുന്ന സമയത്ത് 2ാമത്തെ കൈയും ചതയ്ക്കുന്നു. വേദന കാരണം വീണ്ടും കരയുന്ന തെജിമോളോട്, നിനക്ക് 2 കാലുകളില്ലേ, 2 കാലും വെച്ച് നീ കുഴിയിലേക്ക് അരി നീക്കിയിടുവാനായും സ്നേഹി പറയുന്നു. സ്നേഹി മനഃപൂർവ്വം അവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുകയാണ്. കേട്ടിക്ക് വീട്ടിൽ ആഹാരമൊക്കെ കഴിച്ച് ഉറങ്ങുവാനായി കിടക്കുന്ന സമയം. എന്നാൽ ഉറങ്ങിക്കഴിഞ്ഞതും കൂടയ്ക്കുള്ളിൽ നിന്നും എന്തോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ ഒരു കൂടയ്ക്കുള്ളിൽ നിന്നും ഒരു കുഞ്ഞിറങ്ങി വരുന്നതാണ്. അപ്പോൾ തെജിമോളുടെ അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന കാര്യം കേട്ടിക്ക് മനസ്സിലായി. എന്നിട്ട് കേട്ടിക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന ആഹാരമെല്ലാം എടുത്തു കഴിക്കും. അതേസമയം തന്നെയായിരുന്നു തെജിമോളുടെ അച്ഛനും അവിടേക്ക് വന്നത്. എന്നിട്ട് കേട്ടിക്കയോട് പറയുന്നുണ്ട്, ഒന്നും മിണ്ടരുതേ,
മിണ്ടാതിരിക്കെ, എന്തെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അവിടെ കിടക്കുന്ന ആ ഒരു കായുണ്ടല്ലോ അതെടുത്ത് നശിപ്പിച്ച് കളയുവാനായി നോക്കുന്നു. അത് കാണുന്ന ആ കുഞ്ഞാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് കാണിക്കും. കാരണം ഓരോ തവണയും കായെ ഉപദ്രവിക്കുന്ന സമയത്ത് കുഞ്ഞിന് വേദനിച്ചാലോ അതുകൊണ്ടായിരിക്കുമോ കരയുന്നത് എന്നൊക്കെ കേട്ടിക്ക് പറയുമ്പോഴും അതൊന്നും കേൾക്കുവാനായിട്ട് കൂട്ടാക്കാതെ തെജിമോളുടെ അച്ഛനാണെങ്കിൽ ആ ഒരു കായ് നശിപ്പിച്ച് കളയുന്നു. കായ് നശിപ്പിച്ച് കളഞ്ഞതോടുകൂടി കുഞ്ഞിന് അതിലേക്ക് തിരിച്ചു കയറാൻ പറ്റാതെ കുഞ്ഞ് അവിടെ തന്നെ ആയി പോകുന്നു. മറ്റൊരു വശത്ത് ആ ഒരു മീൻ കച്ചവടക്കാരനും ഭാര്യയും കൂടി കാടിനുള്ളിലേക്ക് പോയിരിക്കുകയാണ്. 3 കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട സ്ഥലത്തും എത്തി. മീൻ കച്ചവടക്കാരന്റെ ഭാര്യയ്ക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം. മാമനെ തന്നെയാണ് അവൾ ഒരു കുറ്റവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും. എന്നിട്ട് അവർ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 3 കുട്ടികളുടെയും തലയോട് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ഒരു കുട്ടി പറയുന്നത്, ഞാൻ എന്റെ 15 വയസ്സാകുന്ന സമയത്ത് നിങ്ങളെ 2 പേരെയും ഞാൻ കൊന്നുകളയും. മറ്റൊരു കുട്ടി പറയുന്നത്, എന്റെ 10 വയസ്സാകുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബം മുഴുവൻ ഞാൻ നശിപ്പിക്കും. മറ്റൊരു കുട്ടി പറയുന്നത് ആ കുട്ടിക്ക് ഇത്ര വയസ്സാകുന്ന സമയത്ത് അവരെ നശിപ്പിക്കും എന്ന് തന്നെയായിരുന്നു. അതോടുകൂടി മാമൻ എന്തുകൊണ്ടായിരിക്കാം 3 കുട്ടികളെയും കുഴിച്ചിട്ട് കളയുവാനായിട്ട് പറഞ്ഞത് എന്നുള്ള കാര്യമെല്ലാം രണ്ടാൾക്കും മനസ്സിലായി. മാമൻ പറഞ്ഞതിലെ സത്യാവസ്ഥയെല്ലാം ആ ഒരു ഭാര്യയ്ക്ക് മനസ്സിലായി. അതോടുകൂടി തന്റെ ഭർത്താവുമായിട്ടുള്ള എല്ലാ പിണക്കങ്ങളും മാറി അവർ 2 പേരും ഒന്നിക്കുകയാണ്. മറ്റൊരു വശത്ത് ജന്മിയുടെ വീട്ടിൽ ജന്മിയുടെ 2ാം ഭാര്യയുടെ മകൾക്ക് വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. അതും മലമ്പാമ്പുമായിട്ട്. അങ്ങനെ മലമ്പാമ്പുമായിട്ടുള്ള ആദ്യ രാത്രിയിലേക്ക് മകളെ പ്രവേശിപ്പിച്ചു. അപ്പോഴും ആ പെൺകുട്ടിയാണെങ്കിൽ, അമ്മ, പാമ്പ് അടുത്തു വരുന്നു, എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത്, അതൊന്നും ചെയ്തില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇല്ലേ, നാളെ രാവിലെ പാമ്പ് നിന്റെ ദേഹത്ത് സ്വർണ്ണമെല്ലാം അണിയിച്ചിട്ട് പോകും, അതുവരെ നീ ഒന്ന് ക്ഷമിക്കുവാനായിട്ടും അച്ഛനും അമ്മയും പറയുന്നു. മീൻ കച്ചവടക്കാരനും ഭാര്യയും മാമനോട് നന്ദിയും പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ മറ്റൊരു വശത്ത് കേട്ടുകിയുടെ കുഞ്ഞിനാണെങ്കിൽ ആ ഒരു പച്ചക്കറിക്കുള്ളിലേക്ക് കയറുവാനായി പറ്റിയില്ലല്ലോ. അതുകൊണ്ട് കേട്ടുക്കിക്കൊപ്പം തന്നെ ആയി പോകുന്നു. കേട്ടുക്കിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അവർക്കൊരു കുഞ്ഞിനെ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ തെജിമോളുടെ അച്ഛനോടും നന്ദി പറയും. അച്ഛൻ പറയുന്നത്, എന്തായാലും ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നടന്നില്ലേ, ഇനി എനിക്ക് നാട്ടിലേക്ക് പോയി എന്റെ മകളെ കാണണമെന്നും സന്തോഷത്തോടു കൂടി പറഞ്ഞുകൊണ്ടാണ് തെജിമോളുടെ അച്ഛൻ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നതും. എന്നാൽ ജന്മിയുടെ വീട്ടില് ആദ്യ രാത്രി എല്ലാം കഴിഞ്ഞു. അടുത്ത ദിവസമാണെങ്കിൽ തന്റെ മകളെ നോക്കുവാനായിട്ട് ജന്മിയും ഭാര്യയും റൂമിലേക്ക് കയറും. പക്ഷെ അവിടെ പാമ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മകളെ കാണുന്നില്ല. അവിടെ എല്ലാം അന്വേഷിച്ചു. പക്ഷെ മകൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. പിന്നീടാണ് അവർക്ക് മനസ്സിലായത്, ആ ഒരു മലമ്പാമ്പ് അവരുടെ മകളെ വിഴുങ്ങിയിരിക്കുന്നു. മലമ്പാമ്പിന്റെ ശരീരം കീറിയാണ് മകളുടെ ശവശരീരം പുറത്തെടുത്തതും. എന്നാൽ സ്നേഹിയാണെങ്കിലോ തെജിമോളെ അടിച്ചു കൊന്ന് എല്ലാ ദേഷ്യവും പകയും പ്രതികാരവും എല്ലാം തീർത്തിരിക്കുന്നു. അവളെ വീടിന്റെ മുന്നിലായിട്ട് കുഴിച്ചിടുകയും ചെയ്തു. ആ സ്ഥലത്ത് ഇപ്പോൾ ചെടിയും കിളിർത്തിരിക്കുകയാണ്. അതൊന്നും അറിയാതെ തെജിമോളുടെ അച്ഛനാണെങ്കിൽ തന്റെ മകളെ കാണാനുള്ള സന്തോഷത്തിൽ വീട്ടിലേക്കും വരികയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാരണം എത്ര പേരുടെ ജീവനാണല്ലേ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.